ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ എമ്പുരാൻ. ആദ്യ ദിവസം വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ, FT കേരള റെക്കോർഡ് കളക്ഷൻ, ഫൈനൽ ഓവർസീസ് റെക്കോർഡ് കളക്ഷൻ, ഫൈനൽ വേൾഡ് വൈഡ് റെക്കോർഡ് കളക്ഷൻ എന്നിങ്ങനെ പല റെക്കോർഡുകളും നേടിയെടുത്തിട്ടും ഒരു മലയാളം സിനിമയ്ക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കോർഡായ കേരള ഇൻഡസ്ട്രീറ്റ് റെക്കോർഡ് നേടിയെടുക്കാനാവാതെ പോയ സിനിമയായിരുന്നല്ലോ എമ്പുരാൻ. വെറും 3 കോടി രൂപ വ്യത്യാസത്തിലാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇൻഡസ്ട്രീറ്റ് റെക്കോർഡ് നഷ്ടമായതെങ്കിലും ഇപ്പോഴത്തെ മറ്റൊരു ലാലേട്ടൻ സിനിമയിലൂടെ ലാലേട്ടൻ തന്നെ ആ ഇൻഡസ്ട്രീറ്റ് നേടിയെടുക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 2 വർഷം മുന്നേ ഇതേ ദിവസം, അതായത് 2023 മെയ് 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം ഇൻഡസ്ട്രീറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ 2018. 89 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. പിന്നീട് ആവേശം, ആടുജീവിതം, അനിമൽ ബോയ്സ്, എമ്പുരാൻ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾ 2018 കളക്ഷൻ അടുത്തേക്ക് എത്തപ്പെട്ടുവെങ്കിൽ പോലും ഇൻഡസ്ട്രീറ്റ് റെക്കോർഡ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ തുടരുമെന്ന സിനിമ 89 കോടിയിലധികം കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തോടെ 11 ദിവസങ്ങൾ കൊണ്ട് തുടരുമെന്ന സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 71 കോടി കടക്കാനായിട്ടൊരുങ്ങുകയാണ്. 89 കോടി കളക്ഷനുള്ള 2018 കളക്ഷൻ മറികടക്കാനായിട്ട് തുടരുമെന്ന സിനിമയ്ക്ക് ഇനി വേണ്ടത് വെറും 19 കോടിയോളം രൂപ മാത്രമാണ്. ആ കളക്ഷൻ തുടരും നേടിയെടുക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇനി പ്രേക്ഷകരോട് അറിയിക്കാനായിട്ടുള്ളത്. ഇനി ലാലേട്ടന്റെ തുടരുമെന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലെ പ്രധാന ലക്ഷ്യം 2018 ഫൈനൽ കളക്ഷൻ മറികടക്കുക എന്നതല്ല, കേരള ബോക്സ് ഓഫീസിൽ 100 കോടി കളക്ഷൻ നേടിയെടുക്കുക എന്നതാണ്. നിലവിൽ റിപ്പീറ്റ് വാല്യൂ എല്ലാം തന്നെയുള്ള ഒരുപാട് പ്രേക്ഷകർ കണ്ടവർ തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന തുടരുമെന്ന സിനിമയ്ക്ക് 100 കോടി കളക്ഷൻ നേടിയെടുക്കാനുള്ള കെൽപ്പുണ്ട്. പക്ഷേ അടുത്ത ആഴ്ചകളിൽ പുതിയ സിനിമകളെല്ലാം തന്നെ റിലീസ് ചെയ്യുന്ന സിനിമ എത്രത്തോളം ബാധിക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അങ്ങനെ എമ്പുരാന് സാധിക്കാത്ത ആ കേരള ഇൻഡസ്ട്രീറ്റ് റെക്കോർഡ് തുടരും നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പുലിമുരുകന് ശേഷം വീണ്ടും ലാലേട്ടൻ ഒരിക്കൽ കൂടി കേരള ഇൻഡസ്ട്രീറ്റ് കാണാനായിട്ട് ഒരുങ്ങുകയാണ്.